തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾക്ക് ഭീഷണിയായി വിമതർ. കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ തന്നെ വിമതരായി രംഗത്തുണ്ട്. കണ്ണൂരിൽ 2 CPIM ബ്രാഞ്ച് സെക്രട്ടറിമാർ വിമത സ്ഥാനാർത്ഥികളാണ്. തൃശൂർ കോർപ്പറേഷനിലും LDF-ൽ കലഹം രൂക്ഷമാണ്. കാസർഗോഡ് നഗരസഭയിൽ വിമതരെ അനുനയിപ്പിക്കാനുള്ള തിരക്കിട്ട ശ്രമത്തിലാണ് മുസ്ലിം ലീഗ്. അതിനിടെ സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളിൽ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അരുൺ സോളമനും കൊച്ചിയിൽ നിന്ന് സജോ ദേവസിയും കോഴിക്കോട്ട് നിന്ന് AK അഭിലാഷും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം അരുൺ സോളമനിലേക്ക്. അരുൺ സോളമൻ, നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന എങ്ങനെ മുന്നോട്ട് പോകുന്നു? വിമതശല്യം എത്രത്തോളമുണ്ട് തെക്കൻ കേരളത്തിൽ? സുജയ, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം കളക്ടറേറ്റിൽ ഈ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ചൂടുപിടിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഈ സൂക്ഷ്മ പരിശോധന രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. നിലവിൽ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ 8625 സ്ഥാനാർത്ഥികളാണ് ജില്ലയിൽ മാത്രം മത്സരരംഗത്തുള്ളത്. 12344 നാമനിർദ്ദേശ പത്രികകൾ ഇന്ന് പരിശോധനയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും ജില്ലയിൽ മറ്റ് യാതൊരുവിധ പ്രശ്നങ്ങളും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഏകദേശം ഒരു ചിത്രം തെളിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ വിമതർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സംബന്ധിച്ച് വളരെ ഒരു വെല്ലുവിളിയായി, തലവേദനയായി മാറിയിരിക്കുന്ന ഒരു ചിത്രം കൂടി വ്യക്തമാകുന്നുണ്ട്. പ്രത്യേകിച്ചും UDF-നെയും CPM-നെയും സംബന്ധിച്ച് വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ്. തലസ്ഥാന നഗരത്തിൽ ഏറെ ശ്രദ്ധേയമായി മാറുന്ന ഒരു പോരാട്ടം തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അവിടെ UDF കളം പിടിക്കാനായിട്ട് ആദ്യം തന്നെ പ്രമുഖരെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നു. സജോ ദേവസ്യ, നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഇതുവരെയുള്ള നടപടിക്രമങ്ങളെല്ലാം അസ്വാരസ്യങ്ങളില്ലാതെ മുന്നോട്ട് പോയോ? സുജയ, പൊതുചിത്രം എടുക്കുകയാണെങ്കിൽ കാര്യമായ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒബ്ജക്ഷനുകൾ ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് പ്രധാനം. അതായത് ചില അപര സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും മറ്റുമൊക്കെ ഒഴിച്ചു നിർത്തിയാൽ പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളുടെ പത്രികകൾ സംബന്ധിച്ച് വലിയ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായും കാണേണ്ടത്. പക്ഷേ വിവിധയിടങ്ങളിൽ ഇപ്പോഴും സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുകയാണ്. അത് പൂർണ്ണമായും പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമാണ് ഏതെല്ലാം നിലയ്ക്ക് ആക്ഷേപങ്ങൾ ഉയർന്നു വന്നുവെന്ന വിശദമായ ചിത്രം വ്യക്തമാവുകയുള്ളൂ. കാരണം വികേന്ദ്രീകൃത സ്വഭാവത്തിലുള്ള സൂക്ഷ്മ പരിശോധനയാണല്ലോ നടക്കുന്നത് എന്നതുകൊണ്ട്. അതേസമയം തന്നെ മുന്നണികളെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ, അതായത് ഈ വിമതരായും മറ്റും മത്സരരംഗത്തുള്ളവരെ അനുനയിപ്പിക്കാനുള്ള മാരത്തോൺ നീക്കങ്ങളൊക്കെ ഒരു വശത്ത് സജീവമായി പുരോഗമിക്കുകയാണ്. കോൺഗ്രസ് അല്ലെങ്കിൽ UDF മുന്നണിയാണ് കാര്യമായി വലിയ വിമത ഭീഷണി എറണാകുളം ജില്ലയുടെ മാത്രം കാര്യം എടുക്കുകയാണെങ്കിൽ നേരിടുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ മാത്രം 13 പ്രാദേശിക നേതാക്കൾ, പ്രമുഖരടക്കമുള്ളവർ വിമത സ്ഥാനാർത്ഥികളായി, റിബലുകളായി കളത്തിലുണ്ട്. അവരെ ഇനി പൂർണ്ണമായും അനുനയിപ്പിക്കാൻ കഴിയുമോ? അതല്ലെങ്കിൽ കൊച്ചി കോർപ്പറേഷന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ തവണ UDF-നെ അധികാരത്തിൽ നിന്ന് അകറ്റിയത് സ്വതന്ത്രരും സ്വതന്ത്ര കൂട്ടായ്മയും ഒക്കെ ആയിരുന്നു. ആ ചരിത്രം ആവർത്തിക്കുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. ശരി, കോഴിക്കോട്ട് നിന്ന് AK അഭിലാഷ് കൂടി നമുക്കൊപ്പം ഉണ്ട്. AK അഭിലാഷ്, ബ്രാഞ്ച് സെക്രട്ടറിമാർ തന്നെ മത്സരരംഗത്തേക്ക് വിമതരായി വരുന്ന സാഹചര്യം, ഒപ്പം ലീഗിന് നേരിടുന്ന വെല്ലുവിളികൾ, അതൊക്കെ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന തീയതിയാകുമ്പോഴേക്കും കഴിയുമോ? അത്തരമൊരു പ്രതീക്ഷ തന്നെയാണ് മുന്നണികൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഏതായാലും 10,000-ഓളം നാമനിർദ്ദേശ പത്രികകളാണ് ഇപ്പോൾ സൂക്ഷ്മ പരിശോധന ഏതാണ്ട് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഡിവിഷൻ ലീഗിലെ 2 പത്രിക ഇപ്പോൾ തള്ളിയതായി അറിയുന്നുണ്ട്. അത് LDF-ലെ ഡമ്മി സ്ഥാനാർത്ഥിയുടെയാണ്, ഒന്ന് UDF-ലെ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഇവർക്ക് രണ്ടാമത്തെ സെറ്റ് പത്രിക ഉള്ളതുകൊണ്ട് തന്നെ അത്തരമൊരു ഭീഷണി അവർക്കില്ല. അതേസമയത്ത് ഇവർക്ക് ഭീഷണിയായി ഉയർന്നു വരുന്നത് അപരന്മാരുടെയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വിമതന്മാരുടെയും ഒക്കെ സാന്നിധ്യം തന്നെയാണ്. ഇതിൽ കോൺഗ്രസും UDF-ഉമാണ് ഏറ്റവും കൂടുതൽ വിമതശല്യം നേരിടുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരശ്ശേരിയിൽ 4 UDF വിമതരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട നേതാക്കളടക്കം, കോൺഗ്രസിന്റെ നേതാക്കളടക്കം വിമതരായി മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വടകര നഗരസഭയിലും സമാനമായ സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ കുന്നമംഗലം, അതോടൊപ്പം തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലും കോൺഗ്രസിന്റെ വിമതർ തന്നെ രംഗത്ത് വരുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നുള്ളത് കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് ഊരത്ത് ഡിവിഷനിൽ മുസ്ലിം ലീഗിനെതിരെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ സീറ്റ് വിഭജന ചർച്ചകളിലടക്കം ഈ സീറ്റ് വെച്ചുമാറുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിനെതിരെ മത്സരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. LDF-ന്റെ ഭാഗത്തും അത്തരത്തിൽ സംഭവങ്ങളുണ്ട്. നാദാപുരം പഞ്ചായത്തിൽ 1-ാം വാർഡിൽ CPI-ക്കെതിരെ CPM-ഉം അവിടെ മത്സര രംഗത്തുണ്ട്. ശരി, AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.